നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രേക്ഷകരെ. രാജ്യത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രതിഷേധമോ പ്രശ്നമോ ഉണ്ടായാൽ മതി, നിമിഷ നേരം കൊണ്ട് അതിനു പിന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ചില മുഖങ്ങളുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സമാധാനപരമായി നീങ്ങേണ്ട ഒരു പ്രതിഷേധത്തെ പെട്ടെന്ന് ആളിക്കത്തിച്ച് ഒരു നേപ്പാൾ കലാപത്തിന്റെ രൂപത്തിലേക്ക് മാറ്റാൻ മാത്രം ആരുടെ കറുത്ത കൈകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? മോദി സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു ആയുധം വീണ് കിട്ടിയാൽ അത് പരമാവധി ചൂഷണം ചെയ്ത് ഡൽഹിയെ കത്തിക്കാനും സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാനും മാത്രമായി ഇവർ എന്തിനാണ് ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നത്? ഇന്ന് നാം കാണുന്ന ഈ പ്രക്ഷോഭങ്ങളും നാടകങ്ങളും പുതുമയുള്ളതാണോ? അല്ല. അന്ന് നരേന്ദ്രമോദിയെ ഗുജറാത്തിൽ നിന്ന് താഴെയിറക്കാൻ സോണിയാഗാന്ധിയും കൂട്ടരും പയറ്റിയ അതേ തന്ത്രങ്ങളുടെയും ഗൂഢാലോചനകളുടെയും തുടർച്ച തന്നെയാണ് ഇന്നും ഡൽഹിയിലെ തെരുവുകളിൽ ആവർത്തിക്കപ്പെടുന്നത്. അന്ന് ഗുജറാത്തിൽ മോദിയെ വേട്ടയാടാൻ തീസ്ത സിതൽവാദിയെയും വ്യാജ കേസുകളെയും കൂട്ടുപിടിച്ച അതേ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ഇന്ന് ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി സമരങ്ങളുടെ മറവിൽ മറ്റൊരു കലാപത്തിന് കളമൊരുക്കുന്നത്. അന്നില്ലാത്ത എന്ത് വലിയ പ്രശ്നമാണ് ഇന്ന് പെട്ടെന്ന് ഇവർക്കുണ്ടാകാൻ കാരണം? അന്ന് കോൺഗ്രസ് ഭരണകാലത്ത് എത്രയോ തവണ ചോദ്യപേപ്പർ ചോർച്ചകളും നിയമന തട്ടിപ്പുകളും നടന്നിട്ടുണ്ട്. അന്ന് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ തെരുവിൽ ഇറങ്ങിയില്ല? അന്ന് മോദിയെ തകർക്കാൻ അവർ നടത്തിയ കറുത്ത കളികളുടെ യാഥാർത്ഥ്യം എന്തായിരുന്നു? എന്തുകൊണ്ട് ഇന്നും അതേ രാഷ്ട്രീയ നാടകങ്ങൾ അവർ ആവർത്തിക്കുന്നു? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഞെട്ടിക്കുന്ന ഉത്തരങ്ങളും ഇന്നത്തെ സമരങ്ങളുടെ പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയ മുഖവുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം വ്യക്തമാണ് പ്രേക്ഷകരെ. അടൽ ബിഹാരി വാജ്പേയിക്ക് ശേഷം BJP നയിക്കാൻ പോകുന്ന ഏറ്റവും ശക്തനായ നേതാവായി ഗുജറാത്തിന്റെ മണ്ണിൽ നിന്ന് നരേന്ദ്രമോദി എന്ന കരുത്തൻ ഉയർന്നു വരുന്നുണ്ടെന്ന് 2004 തന്നെ സോണിയാഗാന്ധിയും കോൺഗ്രസ് ഹൈക്കമാൻഡും തിരിച്ചറിഞ്ഞിരുന്നു. ഗുജറാത്ത് ഭരിച്ച രാജ്യത്തിന്റെ നെറുകയിലേക്ക് ആ മനുഷ്യൻ വരാൻ സാധ്യതയുണ്ടെന്ന ഭയം കോൺഗ്രസ് ക്യാമ്പിൽ വലിയ രീതിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കി. ഇനി മോദിയെ തടഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന്റെ കസേര തെറിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് അധികാരത്തിന്റെ തണലിൽ CBIയെയും മറ്റും വിദേശ ഫണ്ടുകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് മോദി രാഷ്ട്രീയമായി എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാനുള്ള കറുത്ത ഗൂഢപദ്ധതിക്ക് ഡൽഹിയിൽ തുടക്കമിടുന്നത്. ഈ പദ്ധതിയുടെ സൂത്രധാരൻ മറ്റാരുമായിരുന്നില്ല, സോണിയാഗാന്ധിയുടെ വിശ്വസ്തനും വലങ്കയുമായിരുന്ന അഹമ്മദ് പട്ടേൽ തന്നെയായിരുന്നു. അമേരിക്കയിലെ ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്നും വിദേശ ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്ന NGO നേതാവ് തീസ്ത സെതൽവാദിനെയാണ് ഇതിനായി അവർ കൂട്ടുപിടിച്ചത്. ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ മോദിയെ പ്രതിയാക്കി കോടതിയിൽ കേസ് നടത്താനും അതിനായി കള്ളത്തെളിവുകൾ ഉണ്ടാക്കാനും അന്നത്തെ IPS ഉദ്യോഗസ്ഥരായ സഞ്ജയ് ഭട്ട്, RB ശ്രീകുമാർ എന്നിവരെയും സോണിയ ക്യാമ്പ് വിലക്കെടുത്തു. മോദിക്കെതിരെ കള്ളത്തെളിവുകൾ ഉണ്ടാക്കി നൽകിയാൽ ഡബിൾ പ്രൊമോഷൻ അടക്കമുള്ള വാഗ്ദാനങ്ങളാണ് അന്ന് അവർക്ക് നൽകിയത്. തീസ്ത സെതൽവാദിന് മാത്രം ആദ്യം 30 ലക്ഷത്തോളം രൂപയാണ് അഹമ്മദ് പട്ടേലിന്റെ കൈവശം സോണിയ കൊടുത്തയച്ചത്. തീസ്തയുടെ മുൻ സഹായിയായിരുന്ന റയീസ് ഖാൻ പിന്നീട് കോടതിയിൽ നൽകിയ മൊഴിയിൽ ഈ പണമിടപാടുകളും കൂടിക്കാഴ്ചകളും അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം തുറന്നുകാട്ടി. ദേശീയ മാധ്യമങ്ങളെ ഉപയോഗിച്ച മോദിയെ ഗുജറാത്ത് കലാപത്തിലെ വില്ലൻ എന്ന് വരുത്തി തീർക്കാൻ ഇവർ കിണഞ്ഞു പരിശ്രമിച്ചു. വർഷങ്ങളോളം കോടതികളിൽ കേസ് കറങ്ങി നടന്നു. എന്നാൽ സത്യം എക്കാലത്തും മൂടിവെക്കാൻ കഴിയില്ലല്ലോ. ഒടുവിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമായി പറഞ്ഞു, അന്നത്തെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിക്കെതിരെ ആരോപണങ്ങൾ തെളിയിക്കാൻ യാതൊരുവിധ തെളിവുകളുമില്ല. സുപ്രീം കോടതി മോദിയെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും പൂർണ്ണമായി കുറ്റവിമുക്തനാക്കി. പക്ഷേ അവിടെയും തീർന്നില്ല കോൺഗ്രസിന്റെ കളി. മോദിയെ ശാരീരികമായി ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടെത്തിയ ലഷ്കർ ഇ തൊയ്ബ ഭീകരരായ ഇസ്രാത് ജഹാനും കൂട്ടരും 2004 15 അഹമ്മദാബാദിന് സമീപം ഗുജറാത്ത് പോലീസിനെയും IBയുടെയും ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ടിരുന്നു. മോദിയെ വധിക്കാൻ വന്ന ഭീകരരാണ് ഇവരെന്ന് അന്നത്തെ പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടും വ്യക്തമാക്കിയതാണ്. എന്നാൽ സോണിയാഗാന്ധി രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി ആ റിപ്പോർട്ട് തന്നെ തിരുത്തി എഴുതിച്ചു. ഇസ്രത് ജഹാനും കൂട്ടരും ഭീകരരല്ലെന്നും മോദിയുടെ നേതൃത്വത്തിലുള്ള ഹിന്ദു തീവ്രവാദത്തിന്റെ ാണെന്നും വരുത്തി തീർക്കാൻ CBIയെ വരെ കോൺഗ്രസ് ദുരുപയോഗം ചെയ്തു. പിന്നീട് കേന്ദ്ര ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥനായ RVS മണി ഈ രാജ്യത്തോടായി വെളിപ്പെടുത്തിയത് കേട്ട്
ഇന്ത്യ ഒന്നടങ്കം ഞെട്ടിപ്പോയി. സോണിയാഗാന്ധിയുടെ താളത്തിന് തുള്ളി അന്വേഷണ ഏജൻസികളെ പോലും അവർ എത്രമാത്രം കറുപ്പിച്ചു എന്ന് രാജ്യത്തിന് മനസ്സിലായി. അന്ന് പ്രധാനമന്ത്രി മോദിയെ ഇരുട്ടറയിൽ തള്ളാനും രാഷ്ട്രീയമായി ജീവനോടെ കുഴിച്ചു മൂടാനും സോണിയാഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ചെയ്ത ഓരോ ക്രൂരതയ്ക്കും കാലം കൃത്യമായി കണക്ക് ചോദിച്ചിരുന്നു. ഇതാണ് പ്രേക്ഷകരെ കാലത്തിന്റെ കാവ്യനീതി. എതിരാളികളെ വേട്ടയാടാൻ അധികാരം ദുരുപയോഗം ചെയ്തവർ ഇന്ന് സ്വന്തം തകർച്ച കണ്ട് നിസ്സഹായരായി നിൽക്കുകയാണ്. ആ തീക്കടലുകൾ മുഴുവൻ ഒറ്റയ്ക്ക് നീന്തിക്കിടന്ന ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദി എന്ന ഭരണാധികാരി തല ഉയർത്തി നിൽക്കുന്നത് ചരിത്രത്തിന്റെ സത്യമാണ്. ഓർത്തു വെക്കണം പ്രേക്ഷകരെ, 2004 തൊട്ട് 2014 വരെയുള്ള UPA ഭരണകാലം എന്നത് രാഷ്ട്രീയ വേട്ടയാടലുകളുടെ സുവർണ കാലമായിരുന്നു. സ്വന്തം കസേരയ്ക്ക് ഭീഷണിയാകുമെന്ന് കണ്ട് ഗുജറാത്തിൽ ജനങ്ങളുടെ അംഗീകാരത്തോടെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന നരേന്ദ്രമോദിയെ തടയാൻ അവർ ഏതറ്റം വരെയും പോയി. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വരുതിയിലാക്കി CBIയെ തങ്ങളുടെ പോക്കറ്റ് ഗാർഡ് പോലെ ഉപയോഗിച്ച് ഗുജറാത്ത് സർക്കാരിനെതിരെ നിരന്തരം കേസുകൾ പടച്ചുവിട്ടു. ഒരു മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളെയും നിരന്തരം പ്രതിരോധത്തിലാക്കി ഡൽഹിയിൽ നിന്ന് ചരടുകൾ വലിക്കുകയായിരുന്നു സോണിയാഗാന്ധിയും അന്നത്തെ കോൺഗ്രസ് നേതാക്കളും. ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: മോദിയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കാലുകുത്താൻ അനുവദിക്കരുത്. ഇതിനുള്ള പ്രധാന ആയുധം മാധ്യമങ്ങളായിരുന്നു. ദേശീയ തലത്തിലുള്ള ചില മാധ്യമങ്ങളെയും NGOകളെയും വിലക്കെടുത്തുകൊണ്ട് മോദിക്കെതിരെ ദിവസേന പുതിയ നുണക്കഥകൾ മെനഞ്ഞുണ്ടാക്കി. ഗുജറാത്ത് കലാപത്തിന്റെ പാവികളെല്ലാം മോദിയുടെ തലയിൽ കെട്ടിവെക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് കോടികളാണ് അന്ന് ഒഴുക്കിയത്. ഇത് ഒട്ടും ചെറുതായി കാണേണ്ട ഒരു രാഷ്ട്രീയ നീക്കമല്ല പ്രേക്ഷകരെ. അന്ന് ഗുജറാത്തിൽ മോദിയെ തകർക്കാൻ തുടങ്ങിയ ആ കറുത്ത കളികളുടെ തുടർച്ച തന്നെയാണ് നമ്മൾ ഇന്നും കാണുന്നത്. നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഡൽഹിയിൽ അരങ്ങേറുന്ന സമരങ്ങളും കോലാഹലങ്ങളും കാണുമ്പോൾ ഒന്ന് വ്യക്തമാണ്: നരേന്ദ്രമോദി സർക്കാരിനെ എങ്ങനെയെങ്കിലും താഴെയിറക്കാൻ കിട്ടുന്ന ഒരവസരവും വെറുതെ കളയില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾ. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP നടത്തിയ മാർച്ച് പെട്ടെന്നാണ് വലിയൊരു പ്രക്ഷോഭമായും സംഘർഷമായും മാറി പറഞ്ഞത്. എന്നാൽ ഇതിന്റെ പിന്നിൽ നടക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയം എന്താണ്? മോദിക്കെതിരെ വീണ് കിട്ടുന്ന ഏത് ചെറിയ വീഴ്ചയും മുതലെടുത്ത് മുതലക്കണ്ണീരൊഴുക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മുൻപന്തിയിൽ തന്നെയുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ നമ്മൾ കാണാൻ തുടങ്ങിയതല്ലല്ലോ. സമാധാനപരമായി മുന്നോട്ട് പോകേണ്ട സമരങ്ങളെ എങ്ങനെ കലാപമാക്കി മാറ്റാമെന്നും അതിലൂടെ സർക്കാരിനെതിരെ ജനരോഷമുണ്ടാക്കാമെന്നും മാത്രമാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ല ഇവരെല്ലാം ഈ സമരങ്ങൾക്ക് പിന്നിൽ ഓടിയെത്തുന്നത്. മറിച്ച് പ്രധാനമന്ത്രി മോദി എങ്ങനെയും പ്രതിരോധത്തിലാക്കാൻ കിട്ടിയ ഒരു രാഷ്ട്രീയ ആയുധമായി മാത്രമാണ് ഇവർ ഇതിനെ കാണുന്നത്. അധികാരം നഷ്ടപ്പെട്ട നിരാശയിൽ കിട്ടുന്നതൊക്കെ കാറ്റിൽ പറത്തി ജനങ്ങളെ തെരുവിലിട്ട് സമരം നടത്തിക്കാനും അതിലൂടെ സ്വന്തം രാഷ്ട്രീയ ചോരക്കൂടി നടത്താനുമാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും എപ്പോഴും ശ്രമിക്കുന്നത്. ഈ രാജ്യത്തെ ജനങ്ങൾ വിഡ്ഢികളാണെന്ന് കരുതരുത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ തന്ത്രങ്ങൾ. രാജ്യത്ത് എവിടെയൊക്കെ ഒരു ചെറിയ പ്രതിഷേധമോ പ്രശ്നമോ ഉണ്ടായാലും അവിടെ ചാടി വീണ് അതിനെ വലിയ കലാപമാക്കി മാറ്റുക എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന പണി. എന്നാൽ എത്രയൊക്കെ കുതന്ത്രങ്ങൾ മെനഞ്ഞാലും ഈ രാജ്യത്തെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. അന്ന് ഗുജറാത്തിൽ മോദിയെ തകർക്കാൻ നോക്കി തോറ്റ് തരിപ്പണമായ അതേ കൂട്ടർ തന്നെയാണ് ഇന്നും ഡൽഹിയിലെ തെരുവുകളിൽ ഇത്തരം പുതിയ നാടകങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത്. രാജ്യത്ത് എവിടെയെങ്കിലും ഒരു പ്രതിഷേധമോ പ്രശ്നമോ ഉണ്ടായാൽ മതി, മുൻപന്തിയിൽ ചാടി വീണ് മുതലക്കണ്ണീരൊഴുക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും റെഡിയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ മാർച്ച് പെട്ടെന്ന് സമാധാനത്തിൽ നിന്ന് ഒരു നേപ്പാൾ കലാപത്തിന്റെ രൂപത്തിലേക്ക് മാറിയതിന് പിന്നിൽ ആരുടെ കൈകളാണെന്ന് ഇനി നിങ്ങൾക്ക് പറയേണ്ടതില്ലല്ലോ. മോദിക്കെതിരെ വീണ് കിട്ടുന്ന ഏത് ചെറിയ വടിയും ഉപയോഗിച്ച് സർക്കാരിനെ താഴെയിറക്കാൻ നോക്കുന്ന ഈ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് ഇന്ന് നാം ചോദ്യം ചെയ്യുന്നത്. ഇന്ന് ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും വലിയ തോതിൽ പ്രസംഗിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതാണ്. അന്ന് നിങ്ങളുടെയൊക്കെ ഭരണകാലത്ത് രാജ്യത്തെ എത്രയോ തവണ ചോദ്യപേപ്പർ ചോർച്ചകളും നിയമന തട്ടിപ്പുകളും നടന്നിട്ടുണ്ട്. അന്ന് ഇതേ കോൺഗ്രസ് ഭരണകൂടം ഭരിച്ചിരുന്നപ്പോൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഇതിനെതിരെ തെരുവിലിറങ്ങി സമരം ചെയ്തിട്ടുണ്ടോ? അന്ന് സ്വന്തം കസേര ഭദ്രമായതുകൊണ്ട് ഈ വിഷയങ്ങളിലൊക്കെ ഇവർ
മൗനമായിരുന്നു. അന്നില്ലാത്ത എന്ത് പ്രശ്നമാണ് പെട്ടെന്ന് വന്നത്? മോദി സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു ആയുധം വീണ് കിട്ടിയാൽ അത് പരമാവധി മുതലെടുക്കുക എന്ന ഒറ്റ അജണ്ട മാത്രമാണ് ഇവർക്കുള്ളത്. പ്രതിഷേധത്തെ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു നേപ്പാൾ കലാപത്തിന്റെ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്? ഇതിന് പിന്നിൽ ആരാണ്? വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയല്ല ഇവർ ലക്ഷ്യമിടുന്നത്, മറിച്ച് ഡൽഹിയെ കത്തിച്ച് രാജ്യത്ത് ക്രമസമാധാന തകർച്ചയുണ്ട് എന്ന് വരുത്തി തീർത്ത് മോദി സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കുക മാത്രമാണ്. സമരം ചെയ്യുന്നവരുടെ മറവിൽ രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ ഗൂഢസംഘങ്ങൾ ആരുടെയൊക്കെ ഇംഗ്ലീഷ് വെച്ചാണ് കളിക്കുന്നതെന്ന് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പ്രേക്ഷകരെ, ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.